സാറ് വളരെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നിരിക്കാം. അങ്ങ് പഠനത്തിൽ മാത്രമാണോ അതോ കളികളിലും കായിക മികവിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ വായനയോ കലാപ്രവർത്തനം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ചെറുപ്പകാലത്ത് എല്ലാവരും കളിക്കുമല്ലോ, ഇന്നത്തെ പോലെ എല്ലാവരും എല്ലാ കളിയും വന്ന് പിന്നെ കുട്ടികൾ വലിയ കളിയല്ലേ സാധാരണ. ആ കളികളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം ഒന്ന് ഫുട്ബോളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലൊരു വലിയ ബോൾ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടന്നു. ആ ടൂർണമെൻ്റ് കണ്ടപ്പോൾ നമുക്കൊരു ചെറിയ കുട്ടികളാണല്ലോ, ഒരു ആവേശം. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, നാണു രാജൻ എന്ന് പറഞ്ഞ 2 പേര്. ഞങ്ങളെല്ലാം കൂടി ഒരു കളി തുടങ്ങി. അപ്പോൾ അതിന് ബാറ്റില്ല. അപ്പോൾ ഓലയുടെ അടിഭാഗമില്ല, അതിൻ്റെ മടൽ ഇങ്ങനെ കുറച്ച് വീതി ഉണ്ടാവും. അത് വെച്ചിട്ടായി കെട്ടിയ ബോളിൽ കളി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ബാറ്റിൽ കളിയായി. അങ്ങനെ ബോൾ ബാഡ്മിൻ്റൺ പിന്നെ ഞങ്ങൾ കളിക്കുകയായിരുന്നു. നല്ലതുപോലെ കളിക്കുമായിരുന്നു. അവരൊക്കെ സ്റ്റേറ്റിൽ നല്ലതുപോലെ കളിച്ചവരാണ്. ഈ നാണു എന്ന് പറയുന്ന ആൾ സ്റ്റേറ്റിന് റെഫറി ആയിട്ടൊക്കെ പിന്നീട് കുറേ കാലം പോയതാണ്. അങ്ങനെ ബോൾ ബാഡ്മിൻ്റൺ കൂടി കളിക്കുകയായിരുന്നു. അല്ല, രാഷ്ട്രീയത്തിന് പുറത്ത് അങ്ങേക്ക് വലിയൊരു സൗഹൃദ വലയമുണ്ടല്ലോ. അടുത്തിരുന്ന തമാശ പറയാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കളുണ്ടോ? അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ അങ്ങേക്ക് സാധിക്കാറുണ്ടോ? ഇപ്പം അതിന് കുറേ വിഷമമുണ്ട്. എന്നാലും എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അവർ എപ്പോഴും കാണും. പിന്നെ മിക്കവാറും ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അവർ ചിലരെല്ലാം അങ്ങ് പോയി, എന്നാലും ഉള്ളവർ ഇപ്പോഴും ഉണ്ട് നല്ല നിലക്ക്. സാർ, ഒരു നടൻ അല്ലെങ്കിൽ ഞാൻ താരസംഘടനയുടെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ നിലകളിൽ അങ്ങേ പലതവണ ഞാൻ അടുത്തിടപഴകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഏതാണ്ട് സാറിന് 30 വർഷം മുമ്പായിരിക്കാം കാണുന്നത്. അന്നും ഇന്നും അങ്ങയുടെ പെരുമാറ്റത്തിലോ രൂപഭാവാദികളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത്? കാര്യം ഒരുപക്ഷെ അങ്ങ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രിയായതും പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. നല്ല ഒരു കരുതലുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണ മനുഷ്യരുടെ കാലം ചെല്ലുമ്പോൾ അവരുടെ പദവികൾക്കും വളർച്ചയ്ക്കും ഒത്ത് പല മാറ്റങ്ങളും കാണാറുണ്ട്. പക്ഷെ അങ്ങയിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നതായാലും ഒരു പ്രത്യേക നിയോഗത്തിൻ്റെ ഭാഗമാണെന്ന് കാണേണ്ടതേ ഉള്ളൂ. എപ്പോഴും അവിടുന്ന് മാറേണ്ടതായിട്ട് വരാം. ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ആ മാറുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ താമസിച്ച വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെയൊരു നിലയാണ് എപ്പോഴും ഉള്ളത്. വല്ലാതെ എന്തെങ്കിലും മോഹിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സംതൃപ്തനാണ് ഞാൻ.